പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ നമ്മൾ ആരാധനയിലേക്ക് പങ്കെടുക്കുകയാണ്. ജീവിക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നിങ്ങൾ എവിടെയായിരുന്നാലും വിശ്വാസത്തിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടാകണം. ഈ ഒരു 1.5 മണിക്കൂർ സമയം കർത്താവിൻ്റെ സമയമാണ്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ കൂടെ ആയിരിക്കുവാൻ ഈ നിമിഷം തന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തെ നിന്നിൽ ഉറപ്പിക്കണമേ. കർത്താവേ, എൻ്റെ അധരങ്ങള് അങ്ങയോടുള്ള സ്നേഹം പ്രഘോഷിക്കാൻ അങ്ങ് ഏറ്റെടുക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധന യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സും പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ മക്കൾ ഈ ഒരു നിമിഷം വരാൻ വേണ്ടി ചൊവ്വാഴ്ച 11:30 മണി വരാൻ വേണ്ടി കാത്തിരുന്നവരാണ്. ഇപ്പോൾ ലൈനിലെ ഓരോ വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലും ജില്ലകളിലുമൊക്കെ ഇപ്പോഴേ ഈ ആരാധന നിൽക്കുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക മക്കളെ. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ എന്നെ വിളിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ കൂടെ ഇപ്പോൾ ലോകാന്തരങ്ങളിലെ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും അങ്ങയുടെ വിശുദ്ധമായ വലതുകരത്താൽ സ്പർശിക്കണമേ. പോലെ കാലം പോലെ ദൈവിക ശക്തി ആവശ്യിക്കട്ടെ. രോഗങ്ങള് സുഖമാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധന യേശുപരാ കർത്താവായ ദൈവമേ, ലോകാന്തരങ്ങളിലെ കോവിഡ് മുഖേന വേദനിക്കുന്ന നില തെറ്റിപ്പോയ എല്ലാവരെയും, മനസ്സിടിഞ്ഞു പോയ എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എത്രയും വേഗം നാശത്തിന്റെ കൊടുങ്കാറ്റ് ഞങ്ങളെ യേശുനാമത്തിലെ കടന്നു പോകട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധന യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സും ഒരുപാട് സങ്കടത്തിൽ വിഷമിക്കുന്നവരെ ഇപ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്നാണ്. എന്നിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ദുരന്തവും അതുപോലെ ഉണ്ടാകുന്ന സങ്കടങ്ങളുമൊക്കെ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. ഈ വിഷയങ്ങളിൽ വിശ്വാസികൾ കൈവരിക്കേണ്ട നിലപാടാണ്. ദുരന്തങ്ങളൊക്കെ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്.
ചില സമയത്ത് ഉണ്ടാകും, ചില സമയത്ത് സബ്സിഡി ആകും. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം വിശ്വാസികൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് ദൈവത്തോടുള്ള വിശുദ്ധിയുള്ള പ്രാർത്ഥനയാണ്. അതാണ് നമ്മളെ പ്രാർത്ഥനയിൽ നിലനിന്നുകൊണ്ട് ഇതിനെ പിശാചിനെ പോലും ദൈവം സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത് എന്നാണ് പറയണത്. നിങ്ങൾ വിശ്വാസം ഉറച്ചു നിന്ന് അതിനെ പ്രതിരോധിക്കുവിൻ. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് എന്ത് ദുരന്തമായാലും ഏത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളായാലും വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ പ്രാർത്ഥനയെ പ്രതിരോധിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എല്ലാ ദുരന്തങ്ങളെയും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെയും വിശ്വാസികള് വിശ്വാസത്തില് ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ കൃപയാൽ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്തിൽ എന്നും മുന്നേറുക, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടുക. വിശ്വാസത്തിൽ എന്നും മുന്നേറുക, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടുക. ഒന്നും അസാധ്യമായി എൻ്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായി എൻ്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഞാനൊന്നും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊന്നും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല. പരിശുദ്ധമനമതി വികാരത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. സന്തോഷത്തോടെ ശ്രദ്ധിക്കട്ടെ. നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി നാവ് പൊങ്ങാത്ത മക്കളുടെ കർത്താവേ, അതോടെ വ്യതകള്, അതോടെ വേദനകള്, എന്നെ ഇടുങ്ങി പോയവരെ, മനസ്സ് തകർന്നു പോയവരെ കർത്താവേ, അവരെ സ്പർശിക്കണമേ കർത്താവേ. ഈ നിമിഷം സ്പർശിക്കണ കർത്താവേ, ദൈവത്തിന്റെ കണ്ണ് ചെറിയട്ടെ. ശ്രദ്ധിക്കട്ടെ. പ്രിയമുള്ളവരെ, വലിയ ഒരു അത്ഭുതമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ആ ഒരു സൗഖ്യം പൂർണ്ണമായിട്ട് വിശ്വാസികൾ ഏറ്റെടുത്തതിൻ്റെ സൂചനയായിട്ട് മണിക്കൂറിൽ തന്നെ 1000 പേരൊക്കെയാണ് ന്യൂയോർക്ക് ആശുപത്രിയിൽ കൊറോണ സുഖപ്പെട്ട മലയാളിയുടെ സാക്ഷ്യം ആൾക്കാർ കണ്ട് കമൻ്റ് ചെയ്യണതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ട ഒരു സാക്ഷ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം പരിശുദ്ധ അമ്മ ഒരു സിസ്റ്ററിൻ്റെ രൂപത്തിൽ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ സാജുവിൻ്റെ വൈഫ് ആണ് ഉടമ്പടി ചെയ്തത്. അവർ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞത്, അമ്മ കോവിഡിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ ബെഡിലോട്ട് അമ്മ ബൈ പേഴ്സൺ വ്യക്തിപരമായിട്ട് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചത്. അപ്പം നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ, അതായത് വിശ്വാസിക്ക് ഇന്നും ഒരു അനുഗ്രഹത്തിന്, അതായത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എൻ്റെ മക്കളെ വാട്ട് ഹാപ്പൻ ടു അസ് ദാറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ്. അതിനൊരു കഥയുമില്ല. എന്ത് നമുക്ക് സംഭവിക്കുന്നതല്ല, ഹൗ യു പ്രസൻറ്റ് ഇറ്റ്, ഹൗ യു ഫേസ് ഇറ്റ്. നീ അതെങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്. ദാറ്റ്സ് എ പ്രോബ്ലം. നമുക്കെന്ത് സംഭവിക്കണമെന്നല്ല പ്രശ്നം, നമ്മളതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യണത്. ഇപ്പോൾ സാജുവിൻ്റെ വൈഫ് എന്താ പറഞ്ഞത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, ഞാനതിൽ വിശ്വസ്തതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മ ബൈ പേഴ്സൺ എൻ്റെ ഭർത്താവിൻ്റെ ബെഡിലോട്ട് അമ്മ ചെല്ലണം. എൻ്റെ മകനെ ചങ്ക കൊണ്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിനത് മനസ്സിലാകും. നമ്മളിങ്ങനെ പൊട്ടക്കണ മാവിട്ടറിയണേ കിട്ടിയ ഊട്ടി പോയാൽ ചട്ടി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് കുളമായി പോണത്. അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് മര്യാദക്ക് ചങ്കയെക്കൊണ്ട് പ്രാർത്ഥിക്കാനുണ്ട്, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിഷമസന്ധികളിലെ വിശുദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയുടെ വരത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ.
പഠിപ്പിക്കണമീശോ പ്രാർത്ഥന വരമെങ്കിൽ നൽകണമേശോ പ്രാർത്ഥിക്കാനെന്നെ പഠിപ്പിക്കണമീശോ പ്രാർത്ഥന വരമെങ്കിൽ നൽകണമേശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മ അവർക്ക് സിസ്റ്ററിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴേ ഒന്നോർക്കണം, സാജു ബെഡിൽ കിടന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് അമ്മയാണെന്ന് അറിയത്തില്ലല്ലോ, സിസ്റ്ററാണെന്നല്ലേ പറഞ്ഞിരിക്കണത്. ഈ കോവിഡ് വാർഡല്ലേ, ഇത്രയും പേര് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, ഈ വാർഡിലേക്ക് മാസ്ക് ഇല്ലാതെ അതുപോലെ തന്നെ ടാഗില്ലാതെ എങ്ങനെയാണ് സിസ്റ്റർ പ്രവേശിച്ചതെന്ന് അയാൾ ചോദിച്ചു. ആ ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സാജു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടേ. അപ്പോഴേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, അത് ഒന്നാണെങ്കിലും നിങ്ങൾക്ക് അയാൾക്ക് തോന്നിയെന്ന് നമുക്ക് പറയാം. അങ്ങനെയല്ല, ഒരു പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം, 3 ദിവസങ്ങളായിട്ടല്ലേ വരണത്. ഈ 3-ാമത്തെ ദിവസമാണ് ട്യൂബെല്ലാം ഊരിയെടുത്ത് മാറ്റണത്, അയാൾ സൗഖ്യപ്പെട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോഴേ അത് എൻ്റെ മനസ്സിൽ എൻ്റെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞൊരു കാര്യം, അതായത് 2 പടം അമ്മ അവർക്ക് കൊടുത്തു. ദാറ്റ് ഈസ് വെരി സീരിയസ്. 2 പടം കൊടുത്തു. ഒരു ചിത്രം എന്ന് പറയുന്നത് ഡിവൈൻ മേഴ്സിയുടെ ചിത്രമാണ്. ദാറ്റ് ഈസ് ഓക്കെ, ഡിവൈൻ മേഴ്സി, ദൈവകരുണയുടെ ചിത്രം. അത് കേട്ടപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞത്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷ ഇപ്പോൾ തത്സമയം ജപമാല നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ദിവസവും, അപ്പോൾ അവരെല്ലാം കൃപയിൽ നിൽക്കുക. അവരെന്നോട് പറഞ്ഞത്, ഡിവൈൻ മേഴ്സിയുടെ ചിത്രമല്ലേ അമ്മ കൊടുത്തത്, അതിന് നല്ല ഇംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉടനെ വന്നത്, മാർപ്പാപ്പ ഈ ദിവസങ്ങളിലല്ലേ കരുണയുടെ മാതാവേ എന്ന് 2020 ഡിസംബറിൽ നമ്മുടെ ലുത്തീനിയയിലേക്ക് ഒരു സുഹൃതമണി കൂട്ടിച്ചേർത്തത്, കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഇത് ഞങ്ങളെ തിരിച്ചറിഞ്ഞോടുകൂടി പിന്നെയും കുറേ, അതായത് മാർപ്പാപ്പ ഇത് ജൂൺ 20-ാം തീയതിയാണ് ഇത് പ്രഖ്യാപിക്കണം, ജൂൺ 19-നാണ് പറ്റും. സാജുവിന് അമ്മ ദൈവകരുണയുടെ ചിത്രം കൊടുക്കുന്നത് ഒരു മെയ് 20-നോ അടുത്താണ്. ദാറ്റ് മീൻസ് കരുണയുടെ മാതാവ്, ഇതിങ്ങനെ ചില വിഷയങ്ങൾ സഭയിൽ നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ അമ്മതിന് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, അമലോത്ഭ മാതാവ്, അപ്പം ആദ്യം 1858 ഞാൻ ബെർണീദയ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെടാം. 1858 എന്നിട്ട് അമ്മ എന്താണ് പറഞ്ഞത്? ഐ ആം ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, ഞാൻ അമലോത്ഭവയാകുന്നു. അതെന്തിൻ്റെ സ്ഥിരീകരണമാണ്? അത് 1854 മാർച്ച് 25-ാം തീയതി പരിശുദ്ധ പിതാവ് പയസ് 9-ാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ അമലോത്ഭവയാകുന്നു എന്നുള്ള വിശ്വാസ സത്യം പ്രഖ്യാപിച്ചതിന് ശേഷം അതിന് സ്ഥിരീകരണമായിട്ടാണ് ലൂർദിലെ ബെർണീദായിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, അമലോത്ഭവയാകുന്നു എന്ന് പറയണത്. ഏതാണ്ട് അതുപോലൊരു വിഷയമാണ് ഇപ്പോൾ വരണത്. അതായത് മെയ് 20-ാം തീയതി ദൈവകരുണയുടെ ചിത്രം പരിശുദ്ധ അമ്മ രോഗിക്ക് മാറുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് സംഭവിക്കുന്നത്. അങ്ങനെ ജൂൺ 20-ാം തീയതിയാണ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ ദൈവകരുണയുടെ മാതാവ് എന്ന് ഉള്ള സുഹൃതമണി സഭയുടെ പ്രാർത്ഥനയോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പം അമ്മയിൽ തന്നെ ദൈവകരുണയുടെ മാതാവാണ്. അത് സാജു പറയണത് കൃപാസന അമ്മയാണ് വന്നതെന്ന്. അതിന് അവർ പറയണത് ഈ 3 പ്രാവശ്യം വന്നിരിക്കുന്നത് ചാര ഉടുപ്പിട്ടുള്ള സിസ്റ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാജുവിൻ്റെ വൈഫ് അത് കാണിച്ചു കൊടുക്കുക ചിത്രം. ഈ ഏത് ചിത്രമാണെന്ന് നോക്കുമ്പോൾ സാജുവിന് കൃപാസന അമ്മയെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ചിത്രം കാണിച്ചു കൊടുക്കുമ്പോൾ ഇതാ ഈ അമ്മയാണ് വന്നതെന്ന് പറയും, ഈ അമ്മയാണ് വന്നതെന്ന് പറയും. ദാറ്റ് മീൻസ് കൃപാസന അമ്മയിൽ
ദൈവകരുണയുടെ മാതാവാണ് ശരിക്കും. ഇതൊക്കെ പറയേണ്ടത് ഞാനല്ല ശരിക്കും. ഇതൊക്കെ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം. തിരുസഭയാണ് ഇതൊക്കെ പറയേണ്ടത്. തിരുസഭ പറയാത്തിടത്തോളം കാലം ഞാൻ പറയുന്നതിനകത്ത് വലിയ കഴമ്പില്ല. കാര്യം തിരുസഭയാണ് ഈ വിഷയങ്ങളൊക്കെ പഠിക്കേണ്ടത്. കാര്യം ഞാനിങ്ങനെ തിരിച്ചറിയുന്ന ചില അടയാളങ്ങൾ ഷെയർ ചെയ്യണം മാത്രമേ ഉള്ളൂ ശരിക്കും. പക്ഷേ ഇത് വലിയ വലിയ സത്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ആ മനുഷ്യൻ ഉടനെ സുഖപ്പെട്ടല്ലോ. കോവിഡിൻ്റെ കാലത്ത് ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുന്ന വലിയൊരു കൃപാസനത്തിൽ മനുഷ്യൻ കൃപാസനത്തിൻ്റെ ശക്തി, കൃപാസനം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഇപ്പോൾ ഹെബ്രായ ലേഖനം നമ്മൾ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം, ഹെബ്രായ ലേഖനം 4-ാം അധ്യായം. സ്തുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങളൊന്ന് ശ്രദ്ധിച്ച മക്കളെ. ഹെബ്രായർ 4:16. അതിനാൽ ഏറ്റു പറഞ്ഞേ, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇതൊരു ഭയങ്കര മുദ്രവചനമാണ്. ഒന്നിനെ ഏറ്റു പറഞ്ഞേ, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന്റെ സിംഹാസനമാണ്. സിംഹാസനം എന്ന് പറയുന്നത് എന്താണ്? ഇരിപ്പിടം. കൃപാവരത്തിന്റെ സിംഹാസനം എന്താണ്? കൃപാസനമാണ്. കൃപാസനത്തിൽ നമുക്ക് എന്താ ലഭിക്കണത്? കൃപാസനം ആരാ? കൃപാസനം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് ആരാ? അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടത് 4:15. ഹെബ്രായർ 4:15. നമ്മുടെ ബലഹീനതയിൽ ഏറ്റു പറഞ്ഞേ, നമ്മോടൊത്ത് സഖ്യത്തപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതൻ അല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ആരാണ്? ഈശോ. ഈശോയാണ് കൃപാസനം. ഈശോയിൽ നിന്നാണ് നമുക്ക് വേണ്ട സമയത്ത് കരുണ ലഭിക്കുന്നത്. ഈശോയിൽ നിന്ന് ലഭിക്കുന്ന കരുണയാണ്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിലാണ് ആ കരുണ നമുക്ക് ലഭിക്കുന്നത്. കാര്യം എന്താണ്? അമ്മയും വാഗ്ദാന പേടകമാണ്. ഈശോനെ ഉള്ളിൽ ഒതുക്കിയ വാഗ്ദാന പേടകമാണ് അമ്മ. വാഗ്ദാന പേടകത്തിൻ്റെ മുകളിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപാസനത്തിൻ്റെ സ്ഥാനം, ഈശോൻ്റെ സ്ഥാനം. അപ്പം സമ്പൂർണ്ണ കൃപ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടിക്ക് ദൈവത്തിൻ്റെ സ്ഥിരീകരണമായില്ലേ? അപ്പം ചിലർ ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചത്, നമ്മുടെ തീർത്ഥാടന ഉടമ്പടി പോലെ ഓൺലൈൻ ഉടമ്പടി പവർഫുൾ ആകുമോ അച്ഛാന്നാണ് ചോദിച്ചത്. ഞാനതിന് മറുപടി പറഞ്ഞില്ല. കാര്യം എന്താണ്? ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണത്. അതിനെ അസൈൻ ചെയ്യുന്ന ചുമതല ആർക്കുള്ളതാണ്? അത് നമ്മുടേതല്ല. ഞാനിങ്ങനെ ഏകപക്ഷീയമായിട്ട് അതുപോലെ തന്നെയാണ് ഇതും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയേണ്ടത് അമ്മയാണ്, അല്ലെങ്കിൽ ഈശോയാണ് അമ്മയെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്. ഇപ്പോഴേറ്റവും വലിയ സാക്ഷ്യം ലഭിച്ചിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ആർക്കാണ് ദൈവകരുണ ലഭിക്കുന്നത്? കൃപാസനത്തിൽ നിന്ന് വേണ്ട സമയത്ത് കരുണ ലഭിക്കുമെന്ന് ഹെബ്രായർ 4 നമ്മൾ 16 വായിച്ചു. പക്ഷെ ആർക്കാണ് കൃപ ലഭിക്കുന്നത്? വേണ്ട സമയത്ത് കൃപാസനത്തിൽ ദൈവകരുണ ലഭിക്കുമെന്ന് നമ്മൾ ഹെബ്രായർ 4:16 വായിച്ചു. പക്ഷെ ആർക്കാണ് കൃപ ലഭിക്കണമെന്ന് അമ്മ പറയുന്നുണ്ട്. ആർക്കാണ് കൃപ ലഭിക്കുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:50 അവിടുത്തെ ഭക്തരുടെ മേൽ, പ്രൈസ് ദി ലോർഡ്, ഏറ്റു പറഞ്ഞേ, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം പരിശുദ്ധ അമ്മ എന്താണ് വെളിപ്പെടുത്തിയത്? നിങ്ങൾക്കറിയാം, ഇപ്പോൾ എലിസബത്തിനോട് പറഞ്ഞതിന് ശേഷമുള്ള സ്വസ്ത്രഗീതങ്ങളാണ് ഈ സംഭവം മുഴുവനും. സ്വസ്ത്രഗീതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം വിശുദ്ധ ലൂക്ക പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. സ്വസ്ത്രഗീതം എവിടുന്ന വരണതെന്ന് ലൂക്ക പറയും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്ക് യോഗ്യത എവിടെയെന്ന് അപ്പോഴേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ അമ്മയാണെന്ന് ഡിക്ലെയർ ചെയ്യാം, പ്രഖ്യാപിക്കും. ആ അഭിഷേകത്തിലാണ് സ്വസ്ത്രഗീതം വരുന്നത്. സ്വസ്ത്രഗീതത്തിലാണ് പറയണത്, ദൈവത്തിൻ്റെ കരുണയുടെ കാലം തുടങ്ങുകയാണ്. ദൈവം ആരോടാണ് ആദ്യം കരുണ കാണിക്കുന്നത്? അവിടുത്തെ ഭക്തരുടെ മേൽ. അപ്പോൾ നമ്മൾ മരിയ ഭക്തി എന്നല്ല നമ്മൾ പറയേണ്ടത്. മരിയ ഭക്തി എന്ന് മനസ്സിലാച്ച് അത് ദൈവത്തോടുള്ള ഭക്തിയിലേക്കുള്ളൊരു മാർഗമാണത്. മരിയ ഭക്തി ഒന്നും ഉടമ്പടിയുടെ ലക്ഷ്യമല്ല, ഉടമ്പടി അതിനെ മാർഗമാക്കുകയാണ്. മരിയ ഭക്തി എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള മാധ്യമമായിട്ട് അമ്മയെ നമ്മൾ സ്വീകരിക്കുകയാണ്, അമ്മയുടെ ജീവിതകാലം മുഴുവനും. അപ്പോൾ ഉടമ്പടി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് പരിശുദ്ധ അമ്മ വഴി ചെയ്യുന്ന ഉടമ്പടിയാണ്. അത് പരമാവധി അതിനോട് വിശ്വസ്തത കാണിക്കുന്നത് ശരിക്കും ദൈവത്തോട് നമ്മൾ ഭക്തി കാണിക്കുകയാണ്. ഇപ്പോൾ ചിലർ ഇപ്പോൾ തത്സമയ ജപമാലയുടെ സമയത്ത് അവർ വിളിച്ച് ചോദിച്ചു, ഓൺലൈനിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് കുറച്ച് തെറ്റിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴേ അതിനുള്ള മറുപടി ഇതാണ്, എൻ്റെ മക്കളൊരു മനസ്താപരണം ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം. വേറെ ഒരു കാര്യമൊന്നുമില്ല. കാര്യം നിങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടിയാണത്. നിങ്ങളതിനോട് വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് വിശ്വസ്തത കാണിക്കും. ദൈവത്തിൻ്റെ കരുണ. അപ്പം നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കർത്താവ് നിങ്ങളുടെ കഷ്ടപ്പാട് കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇന്ന് വരെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞത് എന്താണ്? അവരുടെ യോഗ്യതയാൾക്കുപരി ദൈവത്തിൻ്റെ കരുണയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇപ്പോൾ കുഷ്ഠരോഗിയില്ലേ,
കുഷ്ഠരോഗി വരുമ്പോൾ അവനെ കാണുമ്പോൾ കർത്താവിനുണ്ടാകുന്നൊരു ഭാവപ്പകർച്ച മർക്കോസ് പറയുന്നുണ്ട്. ഈ കരുണ എങ്ങനെയാണ് ഉണ്ടാകണതെന്ന്. ദൈവത്തിലുള്ള കരുണ നമ്മളിലേക്ക് വരാൻ എന്താണൊരു മാർഗം? ആ കുഷ്ഠരോഗിയുടെ ഒന്നെങ്കിൽ അവൻ്റെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ ദൈവത്തിൻ്റെ മനസ്സലിയിക്കണതായിരുന്നു. ശരീരഭാഷയിലാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കണത്, അല്ലേ? പച്ചൻ മുട്ടയെന്ന് പ്രാർത്ഥിക്കും, കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കും, ഇല്ലേ? അപ്പം നിങ്ങളും അതുപോലെ മുട്ട നിരങ്ങി പ്രാർത്ഥിക്കും. ചില മുട്ടയിലേക്ക് നമുക്ക് മാതാവിൻ്റെ മുമ്പ് മുട്ട നിരക്കുമ്പോൾ നമ്മുടെ മുട്ട ചോര പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ തീർത്ഥാടനത്തിന് പോയപ്പോൾ പാൻസ് ഉരഞ്ഞ് മുട്ടുരഞ്ഞ് ചോര വന്നിട്ട് കടലിൽ പോയി കഴുകിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചതല്ല, ഒരു സഹോദരൻ എനിക്ക് കാണിച്ചു തന്നതാണ് അങ്ങനെ അവിടെ ഡിവോഷൻ നടത്തേണ്ടതെന്ന്. അപ്പം മറ്റുള്ളവർ കാണുമ്പോൾ ചിരിയൊക്കെ വരും, പക്ഷേ അതല്ല, അതൊരു ഭക്തിയാണ്. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു ആദരവാണ് നമ്മൾ. അപ്പം അത് കാണുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തെന്ന് ദൈവത്തിന് തോന്നും, ദൈവത്തെ. അപ്പം മനസ്സലിയും. അതാണ് കുഷ്ഠരോഗി ഇതുപോലെ എന്തോ പരിപാടി കാണിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗിയുടെ ശരീരഭാഷ ബൈബിൾ എഴുതിയിട്ടില്ല, പക്ഷേ ബൈബിൾ അതിൻ്റെ ഇഫക്റ്റ് പറയുന്നുണ്ട്. എന്താ പറയണത്? അവിടുന്ന് മനസ്സലിഞ്ഞു. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 1:41. അവിടുന്ന് മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ സ്പർശിച്ചു. ആരെ? കുഷ്ഠരോഗിയെ. നടക്കുമ്പോൾ മണിയടിച്ച് നടക്കണ പാർട്ടിയാണ്. പൊതു നിയമമാണ് നടക്കുമ്പോൾ മണിയടിച്ച് നടക്കണമെന്ന്. ഇപ്പം നമ്മുടെ മാസ്ക് വെച്ച് 2 മീറ്റർ അകലത്തിലല്ലേ നടക്കണത്. കർത്താവ് നിന്നെ കാണുമ്പോൾ മാസ്ക് വെക്കത്തില്ലെന്നല്ലേ ഇപ്പം പറയണത്, അടുത്ത് വരുമെന്നല്ലേ പറഞ്ഞത്. അതല്ല സാജു അമ്മയോട് ചോദിക്കണം, അമ്മ എന്താ മാസ്ക് വെക്കാത്തതെന്ന്. മാസ്ക് വെക്കാതെ നിൻ്റെ അടുത്തേക്ക് വരും. ആ ദൈവം അന്നും വെച്ചിട്ടില്ല മാസ്ക്, ഇന്നും വെച്ചിട്ടില്ല. അതാണ് മർക്കോസിൻ്റെ 1:41 പറയണത്. അവിടുന്ന് മനസ്സലിഞ്ഞു, അവനെ സ്പർശിച്ചു. സ്പർശിക്കാൻ പാടില്ലാത്തതാണ് നിയമപരമായിട്ട്. ദൈവം നിയമം നോക്കിയല്ല നിന്നോട് കരുണ കാണിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈ ഉണ്ടായിരിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 1:41 അതിമനോഹരമാണ്. അതായത് ഈശോ കുഷ്ഠരോഗിയുടെ ശരീരഭാഷ, അവൻ്റെ കണ്ണ് നിറഞ്ഞ അവസ്ഥയോ, അവൻ്റെ നിസ്സഹായത കൈ മലർത്തുന്ന അവസ്ഥയോ, അവൻ മുട്ടി നിന്ന അവസ്ഥയോ, വാട്ട് മേ ബി ദ സൈൻസ് ആൻഡ് ജസ്റ്റീസ് ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ പ്രയർഫുൾ. അവൻ്റെ ഒരു പ്രാർത്ഥന പോലെയാണ് ഈശോ അവൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുത്തത്. ആ പ്രാർത്ഥനയിലെ അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ അമ്മയുടെ വചനമില്ലേ? ലൂക്ക 1:50 അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. മർക്കോസിൻ്റെ 1:41 എന്താണ്? അവിടുന്ന് മനസ്സറിഞ്ഞു തൻ്റെ കാരുണ്യം കാണിക്കുകയാണ്, തലമുറകൾ തോറും ഉണ്ടായിരിക്കണം. ആളുടെ മേലാണ്? തൻ്റെ ഭക്തരുടെ മേൽ. ആ കുഷ്ഠരോഗിയുടെ ഭക്തിയും ആ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥനയും ദൈവത്തിന് മനസ്സറിയിച്ചെങ്കിൽ, ദൈവവേദനേ നിൻ്റെ മുമ്പിലിരിക്കുന്ന കർത്താവിൻ്റെ മനസ്സറിയിക്കാൻ നിൻ്റെ ഭക്തിയും നിൻ്റെ പ്രാർത്ഥനയും നിന്നെ സഹായിക്കുന്നത് ഉടമ്പടി പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ. അവിടുന്ന് തന്നെ ലൂക്ക 1:50
പ്രാർത്ഥിക്കുന്ന കർത്താവേ, തലമുറ തോറും അവിടുന്ന് കാണിക്കുന്ന ഭക്തരോട് കാണിക്കുന്ന ഭക്തി എന്നോടും എന്റെ കുടുംബത്തോടും കാണിക്കുവാൻ കർത്താവേ, മാർക്കോസിന്റെ 1:41 പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, കുഷ്ഠരോഗികൾ കാണിച്ച മനസ്സലിവ് എന്നോടും എന്റെ കുടുംബത്തോടും കാണിക്കുവാൻ കർത്താവേ, എന്റെ ഭക്തിയെ, എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവേ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവേ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേക്കായി കരുതിയിട്ടുണ്ട്. എന്തെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തെന്ന് ചോദിക്കില്ല